ധാരാളം സുഹൃത്തുക്കളില്ലാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന നിങ്ങൾ ഒറ്റയ്ക്കാണ്. ഒരു പങ്കാളിയെ കണ്ടെത്തുന്നതിനോ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനോ നിങ്ങൾ വെല്ലുവിളി നേരിടുന്നു. കാരണം നിങ്ങൾ വളരെ ബുദ്ധിയുള്ളവരും സൗന്ദര്യമുള്ളവരുമാണ്. നിങ്ങൾ ഈ വെളിച്ചം സ്വന്തമാക്കുമ്പോൾ ഇരുട്ടുള്ള ആർക്കും അടുത്തു വരുവാൻ കഴിയില്ല. കാരണം അവർ മറച്ചുവെക്കുന്ന സത്യം നിങ്ങൾ വെളിപ്പെടുത്തുന്നു. ഈ വീഡിയോയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അതുല്യമായ പാത നമ്മൾ പര്യവേക്ഷണം ചെയ്യുന്നു. ഉയർന്ന ആത്മീയ അനുഭവങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ പലപ്പോഴും തനിച്ചാകുന്നതും ലോകത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നതും അർത്ഥവത്തായ ബന്ധങ്ങളില്ലാത്തതും എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചർച്ച ചെയ്യും. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെ സാധാരണമായി തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്നും നമ്മൾ പരിശോധിക്കും. പ്രത്യേകിച്ച് എല്ലാറ്റിനും ഉപരിയായി ഭൗതിക വിജയത്തിന് മുൻഗണന നൽകുന്ന ഒരു സമൂഹത്തിൽ ഇത് വളരെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനമായി ഈ വെല്ലുവിളികൾ എങ്ങനെ ശക്തിയുടെയും വളർച്ചയുടെയും അഗാധമായ സ്രോതസ്സായി മാറുമെന്ന് നമ്മൾ കണ്ടെത്തും. ഒറ്റയ്ക്കായിരിക്കുന്ന സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പലരും യഥാർത്ഥത്തിൽ മികച്ചവരും ശക്തരുമായ വ്യക്തികളാണ്. നിങ്ങൾ ശക്തനാണ്, എന്നാൽ നിങ്ങളുടെ ഏകാന്തതയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഈ ലോകത്തിന്റെ മാനദണ്ഡങ്ങൾക്ക് അപ്പുറമുള്ളതിൽ നിന്നായിരിക്കാം. ഇത് ഒരു ന്യൂനതയല്ല, മറിച്ച് നിങ്ങളുടെ അതുല്യമായ പാതയുടെ അടയാളമാണ്. നിങ്ങളുടെ ഏകാന്തതയെയും പോരാട്ടങ്ങളെയും വളർച്ചയ്ക്കുള്ള ഉപകരണങ്ങളാക്കി മാറ്റുക. നിങ്ങളുടെ ആത്മാവുമായി യഥാർത്ഥത്തിൽ പ്രതിധ്വനിക്കുന്ന ബന്ധങ്ങളെ ആകർഷിക്കുക. തനിച്ചായിരിക്കുക എന്നത് യാദൃച്ഛികമല്ല. തിരഞ്ഞെടുക്കപ്പെട്ട പലർക്കും ഇതൊരു സാധാരണ അനുഭവമാണ്. ദയയും ആത്മാർത്ഥതയും മറ്റുള്ളവർക്ക് ഉദാരമായി കൊടുക്കുന്നത് ഉണ്ടായിരുന്നിട്ടും ബന്ധങ്ങൾ ഇത്ര ബുദ്ധിമുട്ടുള്ളതായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്തുകൊണ്ടാണ് ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന് പകരം അകന്നു പോകുന്നത്? ആരും നിങ്ങളെ ശരിക്കും മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്നത് എന്തുകൊണ്ട്? ഈ ഏകാന്തത ഒരു ശിക്ഷയല്ല. അത് നിങ്ങളുടെ ഊർജത്തെയും ആത്മീയ യാത്രയെയും പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരാണ്. ഈ വ്യത്യാസം പലപ്പോഴും കാണുന്നതിനേക്കാൾ കൂടുതൽ അനുഭവപ്പെടുന്നു. തിരഞ്ഞെടുത്ത ഒരാളെന്ന നിലയിൽ മറ്റുള്ളവർ അഭിമുഖീകരിക്കുവാൻ തയ്യാറാകാത്ത സത്യങ്ങളെ നിങ്ങളുടെ ഊർജം തുറന്നുകാട്ടുന്നു. അത് അവരുടെ അഹന്തയെ വെല്ലുവിളിക്കുന്നു. അവർ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ വശങ്ങളെ അഭിമുഖീകരിക്കുവാൻ അവരെ നിർബന്ധിക്കുന്നു. ഇത് പലപ്പോഴും പിരിമുറുക്കം നിറഞ്ഞ ബന്ധങ്ങളിൽ കലാശിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർ കാണാൻ തയ്യാറാകാത്ത സത്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയായി വർത്തിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ ആത്മീയ വെളിച്ചം അദൃശ്യമാണെങ്കിലും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് അത് ആഴത്തിൽ അനുഭവപ്പെടുന്നു. ഇത് ഒരേ സമയം ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും അവരെ അകറ്റുകയും ചെയ്യുന്നു. വലിയ പ്രകാശത്തോടെ മങ്ങിയ വെളിച്ചമുള്ള ഒരു മുറിയിലേക്ക് കടക്കുന്നതായി അതിനെ നിങ്ങൾ കരുതുക. നിങ്ങളുടെ പ്രകാശം നിങ്ങളുടെ സൗന്ദര്യം മാത്രമല്ല, ആ മുറിയുടെ നിഴലിൽ മറഞ്ഞിരിക്കുന്ന പൊടിയും അലങ്കോലവും ഒക്കെ വെളിപ്പെടുത്തുന്നു. എന്നാൽ മങ്ങിയ വെളിച്ചത്തിൽ ജീവിച്ച് ശീലിച്ചവർക്ക് ഇത് അസ്വസ്ഥതയുണ്ടാക്കും. ഇതിന്റെ അർത്ഥം തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള ബന്ധങ്ങൾ വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോടൊപ്പം തുടരുന്നവർ സ്വന്തം അന്ധകാരത്തെ അഭിമുഖീകരിക്കുവാനും വളർച്ചയ്ക്കായി പ്രതിജ്ഞാബദ്ധമാക്കാനും തയ്യാറുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ സർക്കിൾ ചെറുതായിരിക്കാം, എങ്കിലും അത് നിങ്ങളുടെ ഊർജവുമായി ശരിക്കും പ്രതിധ്വനിക്കുന്ന ആളുകളെ ഉൾക്കൊള്ളും. ഏകാന്തതയുടെ മറ്റൊരു കാരണം ബന്ധങ്ങളിലെ ഊർജ അസന്തുലിതാവസ്ഥയാണ്, അഥവാ എനർജി ഇംബാലൻസ്. നിങ്ങളുടെ അതുല്യവും കാന്തികവുമായ ഊർജം പലപ്പോഴും മറ്റുള്ളവരെ ആകർഷിക്കുന്നു, എന്നാൽ എല്ലാവർക്കും തുല്യമായി തിരികെ നൽകാൻ കഴിവുള്ളവരല്ല. ഇത് നിങ്ങളെ ക്ഷീണിപ്പിക്കുകയും തളർത്തുകയും ചെയ്യും. കാലക്രമേണ സ്വയം സംരക്ഷണത്തിന്റെ ഒരു രൂപമായി ഏകാന്തതയ്ക്ക് മുൻഗണന നൽകി നിങ്ങളുടെ ഊർജം ഇല്ലാതാക്കുന്നവരിൽ നിന്ന് നിങ്ങൾ സ്വാഭാവികമായും അകന്നുപോയേക്കാം. തിരഞ്ഞെടുക്കപ്പെട്ട പലർക്കും ഏകാന്തത വെറുമൊരു മുൻഗണന മാത്രമല്ല, അത് അത്യാവശ്യവുമാണ്. വളർച്ചയ്ക്കും രോഗശാന്തിക്കും ആഴത്തിലുള്ള സ്വയം കണ്ടെത്തലിനും ഇത് അനുവദിക്കുന്നു. ഈ സമയത്ത് ശ്രദ്ധ വ്യതിചലിക്കാതെ നിങ്ങളുടെ ആത്മീയ യാത്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഈ ഏകാന്തത ചിലപ്പോൾ വേദനാജനകമാണെങ്കിലും രൂപാന്തരത്തിന് സഹായകമാണ്. അത് കാര്യമായ ആത്മീയ മുന്നേറ്റങ്ങൾക്ക് ഇടം നൽകുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട പലരും ബാല്യത്തിൽ നിന്നോ മുൻകാല അനുഭവങ്ങളിൽ നിന്നോ ആഴത്തിലുള്ള വൈകാരിക മുറിവുകൾ വഹിക്കുന്നു. ഈ മുറിവുകൾ വൈകാരിക തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അത് ആഴത്തിലുള്ള ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. ഏകാന്തത ഈ മുറിവുകൾ സുഖപ്പെടുത്തുവാനും ഇമോഷണൽ ലഗേജ് വിടാനും അർത്ഥവത്തായ ബന്ധങ്ങൾക്ക് തയ്യാറെടുക്കുവാനും അവസരം നൽകുന്നു. ഏകാന്തതയുടെ ഈ കാലഘട്ടം ഒരുക്കങ്ങളുടെ സമയം കൂടിയാണ്. പ്രപഞ്ചം ഈ സമയം ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്താനും നിങ്ങളുടെ ആത്മീയ വരങ്ങൾ മെച്ചപ്പെടുത്തുവാനും ഉപയോഗിക്കുന്നു. നിങ്ങളുടെ യാത്രയുടെ അടുത്ത അധ്യായത്തിനായി നിങ്ങളെ തയ്യാറാക്കുന്നു. ഈ നിമിഷങ്ങളിലാണ് നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സത്തയുമായി യോജിച്ച് നിങ്ങളുടെ ശക്തിയിലേക്ക് പൂർണ്ണമായി ചുവടുവെക്കാൻ ഭയവും സംശയവും ഉപേക്ഷിക്കുന്നത്.
തിരഞ്ഞെടുക്കപ്പെട്ടവർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പൊതു വെല്ലുവിളിയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. ബുദ്ധി, കഴിവുകൾ, കഠിനാധ്വാനം എന്നിവ ഉണ്ടായിരുന്നിട്ടും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നത് കയ്യെത്തും ദൂരത്താണെന്ന് തോന്നാം. നിങ്ങളുടെ ആത്മീയ പാത സമ്പത്ത് നേടുന്നതിനുള്ള പരമ്പരാഗത മാർഗങ്ങളുമായി വൈരുദ്ധ്യമുള്ളതിനാലാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങളെ നയിക്കുന്നത് ഭൗതികതയല്ല, മറിച്ച് ആത്മീയ മൂല്യങ്ങളും ലക്ഷ്യബോധമുള്ള ജീവിതം നയിക്കാനുള്ള ആഗ്രഹവുമാണ്. ഇതിനർത്ഥം സാമ്പത്തിക നേട്ടത്തെക്കാൾ പൂർത്തീകരണത്തിനും സന്തോഷത്തിനും മുൻഗണന നൽകുക. ഇത് സാമ്പത്തിക വെല്ലുവിളികളിലേക്ക് നയിച്ചേക്കാം. എന്നിരുന്നാലും ഈ പോരാട്ടങ്ങൾ പരാജയങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ആത്മീയ യാത്രയുടെ ഭാഗമാണ്. അതിലും വലിയ കാര്യത്തിനായി ദൈവം നിങ്ങളെ ഒരുക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ ഊർജം രോഗശാന്തി, പഠിപ്പിക്കൽ, പോസിറ്റീവ് മാറ്റം സൃഷ്ടിക്കൽ തുടങ്ങിയ ഉയർന്ന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ പരിശ്രമങ്ങൾ എല്ലായ്പ്പോഴും ഉടനടി സാമ്പത്തിക പ്രതിഫലം നൽകുന്നില്ല, പക്ഷേ നിങ്ങളുടെ ആത്മാവിന്റെ ഉദ്ദേശവുമായി ആഴത്തിൽ യോജിക്കുന്നു. എന്നാൽ സാമ്പത്തിക സമൃദ്ധി കയ്യെത്തും ദൂരത്തല്ല. നിങ്ങളുടെ ആത്മീയ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന സമ്പത്ത് സൃഷ്ടിക്കുന്നതിനുള്ള ഇതര മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. മറ്റുള്ളവരെ സേവിക്കുന്നതിനും പ്രപഞ്ചത്തെ വിശ്വസിക്കുന്നതിനും നിങ്ങളുടെ ആത്മീയ വരങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സമൃദ്ധി കൈവരിക്കുവാൻ കഴിയും. തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന നിലയിൽ നിങ്ങളുടെ കോളിങ്ങിന് പലപ്പോഴും വ്യത്യസ്തമായ പാതയിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. ലാഭത്തേക്കാൾ വെളിച്ചത്തിനും സൗഖ്യത്തിനും മുൻഗണന നൽകുന്ന ഒരു പാത. ഈ യാത്ര വെല്ലുവിളികളില്ലാത്തതല്ല, മറിച്ച് അഗാധമായ അർത്ഥവും പൂർത്തീകരണവുമുള്ള ജീവിതത്തിലേക്ക് നയിക്കുന്നു. പഠിപ്പിക്കൽ, രോഗശാന്തി, കലാപരമായ കഴിവുകൾ അല്ലെങ്കിൽ ആത്മീയ മാർഗനിർദ്ദേശം നൽകൽ എന്നിവയിലൂടെ മറ്റുള്ളവരെ സഹായിക്കുക എന്നത് തങ്ങളുടെ ഉദ്ദേശത്തിൽ ഉൾപ്പെടുന്നുവെന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പലരും കണ്ടെത്തുന്നു. ഈ പാതകൾ എല്ലായ്പ്പോഴും സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് നയിച്ചേക്കില്ല, പക്ഷേ അത് ആത്മീയമായി പ്രതിഫലദായകമാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിനായുള്ള നിങ്ങളുടെ സമർപ്പണത്തിന് സാമ്പത്തിക ത്യാഗങ്ങൾ ആവശ്യമായി വന്നേക്കാം. എന്നാൽ ഈ ത്യാഗങ്ങൾ നിങ്ങളുടെ ആത്മാവിന്റെ രൂപാന്തരത്തിന്റെ ഭാഗമാണ്. പ്രതിരോധശേഷി, സർഗാത്മകത, വിഭവ സമൃദ്ധി എന്നിവ നിങ്ങളെ പഠിപ്പിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന നിലയിൽ ഭൗതിക വിജയത്തിനായുള്ള പരിശ്രമത്താൽ അല്ല നിങ്ങൾ നയിക്കപ്പെടുന്നത്. യഥാർത്ഥ സമ്പത്ത് ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ആത്മാവിന്റെ ഉദ്ദേശവുമായി പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം നയിക്കുന്നതിലൂടെയാണ് യഥാർത്ഥ സമ്പത്ത് വരുന്നത്. ആത്മീയവും ഭൗതികവുമായ സമൃദ്ധി കൈവരുത്തുന്ന അവസരങ്ങളിലേക്ക് കാലക്രമേണ നിങ്ങളെ നയിക്കുന്ന മൂല്യം കണ്ടെത്താൻ ഈ മാനസിക അവസ്ഥ നിങ്ങളെ അനുവദിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിന്റെ മറ്റൊരു കാരണം മുൻകാല അനുഭവങ്ങളിൽ നിന്നോ ഓൾഡ് പാറ്റേണുകളിൽ നിന്നോ ഉടലെടുത്ത സാമ്പത്തിക തടസ്സങ്ങളുടെ സാന്നിധ്യമാണ്. പലരും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട പണത്തെക്കുറിച്ചുള്ള പരിമിതമായ വിശ്വാസങ്ങൾ വഹിക്കുന്നു, അല്ലെങ്കിൽ സാമ്പത്തിക ആഘാതം പലരും സഹിച്ചു ജീവിക്കുന്നു. ഈ ബ്ലോക്കുകൾക്ക് പല തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയും. അത് സമൃദ്ധിയുടെ വരവിനെ തടഞ്ഞു വയ്ക്കുന്നു. ആത്മീയ പരിവർത്തനത്തിന്റെ സമയത്ത് ഈ ബ്ലോക്കുകൾ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നു, രോഗശാന്തി ആവശ്യപ്പെടുന്നു. ഈ പ്രക്രിയ വെല്ലുവിളി നിറഞ്ഞതാകാം. ആഴത്തിൽ വേരൂന്നിയ വിശ്വാസങ്ങളെയും നിങ്ങളെ പിന്തിരിപ്പിച്ച ചില കാര്യങ്ങളെയും നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. തിരഞ്ഞെടുത്ത ഒരാളെന്ന നിലയിൽ നിങ്ങളുടെ പൂർവികരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഒരുപക്ഷെ വഹിക്കേണ്ടി വന്നേക്കാം. ഈ ചക്രങ്ങളെ തകർക്കുവാനും ദാരിദ്ര്യം അല്ലെങ്കിൽ നിങ്ങളുടെ വംശത്തിലെ കുറവുകൾ ശാശ്വതമാക്കിയ തലമുറകളുടെ മുറിവുകൾ സുഖപ്പെടുത്തുവാനും നിങ്ങൾ ഇവിടെയുണ്ട്. എളുപ്പമല്ലെങ്കിലും ഇത് നിങ്ങളുടെ ആത്മീയ യാത്രയുടെ നിർണായക ഭാഗമാണ്. ഈ പാറ്റേണുകൾ രൂപാന്തരപ്പെടുത്തുവാനും അവയ്ക്ക് മുകളിൽ ഉയരുവാനും മറ്റുള്ളവരെ അത് ചെയ്യാൻ പഠിപ്പിക്കാനും പ്രപഞ്ചം നിങ്ങളെ തിരഞ്ഞെടുത്തു. ഈ രോഗശാന്തി പ്രക്രിയ നിങ്ങളെ സാമ്പത്തികമായി ദുർബലപ്പെടുത്താൻ ഇടയാക്കിയേക്കാം, എങ്കിലും നിങ്ങളുടെ ആത്മാവിന്റെ വൈബ്രേഷനുമായി പ്രതിധ്വനിക്കുന്ന സമൃദ്ധിയുമായി പൊരുത്തപ്പെടുന്നതിന് ഇത് അത്യന്താപേക്ഷിതമാണ്. ഈ ബ്ലോക്കുകൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉയർന്ന ലക്ഷ്യവുമായി പൊരുത്തപ്പെടുന്ന സാമ്പത്തിക അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകും. സാമ്പത്തിക പ്രതിസന്ധികൾ പ്രപഞ്ചത്തിലുള്ള വിശ്വാസത്തിന്റെ ഒരു പരീക്ഷണം കൂടിയാണ്. ആത്മീയമായി നയിക്കപ്പെടുന്ന ഒരു പാതയിലൂടെ നടക്കുമ്പോൾ സാമ്പത്തിക വഴികൾ അവ്യക്തമായി നിങ്ങൾക്ക് തോന്നാവുന്ന സമയങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഉയർന്ന പദ്ധതിയിൽ വിശ്വസിക്കുവാൻ നിങ്ങളോട് ആവശ്യപ്പെടും. ഈ പോരാട്ടങ്ങൾ ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നു. ഭൗതിക സമ്പത്തിനേക്കാൾ ആത്മീയ സമൃദ്ധിയിൽ ആശ്രയിക്കുവാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. അവ തെറ്റായ പാതയിലാണെന്നതിന്റെ അടയാളങ്ങളല്ല, മറിച്ച് വിശ്വാസത്തിന്റെ പാഠങ്ങളാണ്. ബാഹ്യമായ അനിശ്ചിതത്വങ്ങൾക്കിടയിലും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിയന്ത്രിക്കാനാവാത്ത സമൃദ്ധിയുടെ ഒഴുക്കിലേക്ക് നിങ്ങൾ സ്വയം പ്രവേശിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഈ കാലഘട്ടങ്ങൾ താൽക്കാലികമാണ്. വളരെ വലിയ കാര്യത്തിനായി നിങ്ങളെ ദൈവം തയ്യാറാക്കുന്നു. പ്രപഞ്ചം നിങ്ങളുടെ സഹിഷ്ണുത പരിശോധിക്കുന്നു. നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന റോളിനായി നിങ്ങൾ തയ്യാറാണെന്ന് ഉറപ്പാക്കുന്നു. ഈ സമയങ്ങളിലാണ് നിങ്ങളുടെ ആന്തരിക മാർഗനിർദ്ദേശത്തിലും നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന അദൃശ്യ ശക്തികളിലും നിങ്ങളുടെ വിശ്വാസം ആഴത്തിലാക്കുന്നത്.
ഏകാന്തത നിങ്ങളെ അർത്ഥവത്തായ ബന്ധങ്ങൾക്കും ആത്മീയ വളർച്ചയ്ക്കും ഒരുക്കുന്നത് പോലെ സാമ്പത്തിക പോരാട്ടങ്ങൾക്കും വലിയ ലക്ഷ്യമുണ്ട്. സാമ്പത്തിക സുഖത്തിന്റെ ശല്യമില്ലാതെ നിങ്ങളുടെ യഥാർത്ഥ സത്തയോടും ജീവിതത്തിന്റെ ലക്ഷ്യത്തോടും യോജിപ്പിച്ച് നിങ്ങളുടെ ആത്മീയ വളർച്ചയിൽ പൂർണ്ണമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള ഇടം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ചിത്രശലഭം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പുള്ള കൊക്കൂൺ ഘട്ടമായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ചിന്തിക്കുക. ഈ തയ്യാറെടുപ്പിന് പലപ്പോഴും പഴയ വിശ്വാസങ്ങളും ശീലങ്ങളും ഉപേക്ഷിക്കുകയും വേണം. വേദനാജനകമാണെങ്കിലും ഈ പ്രക്രിയ പരിവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ്. ലോകത്തെ കാര്യമായി സ്വാധീനിക്കുന്ന ഒരു റോളിനായി നിങ്ങൾ തയ്യാറെടുക്കുകയാണ്. നിങ്ങളുടെ പോരാട്ടങ്ങൾ ശിക്ഷയല്ല, നിങ്ങളുടെ ഡെസ്റ്റിനിക്കുള്ള തയ്യാറെടുപ്പാണ്. ശരിയായ സമയമാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ചുവടുവെക്കുകയും നിങ്ങളുടെ ആത്മാവുമായി യോജിപ്പിച്ച് സമൃദ്ധി സൃഷ്ടിക്കുകയും ചെയ്യും. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഏകാന്തതയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഭാരങ്ങളല്ല, മറിച്ച് മഹത്തായ കാര്യത്തിനായുള്ള ദൈവിക തയ്യാറെടുപ്പുകളാണെന്ന് ഇന്ന് നാം തിരിച്ചറിയുന്നു. തിരഞ്ഞെടുക്കപ്പെടുക എന്നതിനർത്ഥം പ്രപഞ്ചം നിങ്ങളെ രൂപപ്പെടുത്തുകയും നിങ്ങളുടെ ആത്മാവിനെ വിന്യസിക്കുകയും ഒരു സുപ്രധാന ലക്ഷ്യത്തിനായി നിങ്ങളുടെ സത്തയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ്. ഈ പാതയ്ക്ക് ക്ഷമ, വിശ്വാസം, പ്രതിരോധം എന്നിവ ആവശ്യമാണ്. നിങ്ങളുടെ വെല്ലുവിളികൾ ബന്ധങ്ങളിലോ സാമ്പത്തികമായോ ആകട്ടെ, അത് പരാജയങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ അതുല്യതയുടെയും ആത്മീയ ശക്തിയുടെയും അടയാളങ്ങളാണ്. ഉപരിപ്ലവമായ വിജയത്തിന് അതീതമായ ഒരു ജീവിതത്തിനായി നിങ്ങൾ തയ്യാറെടുക്കുകയാണ്. ലക്ഷ്യം, അർത്ഥം, ആത്മീയ പൂർത്തീകരണം എന്നിവയാൽ സമ്പന്നമായ ഒരു ജീവിതമാണ് അത്. യാത്ര സ്വീകരിക്കുക. ഓരോ വെല്ലുവിളിയും നിങ്ങൾ ആരായിരിക്കണമെന്ന് നിങ്ങളെ രൂപപ്പെടുത്തുന്നുവെന്ന് അറിയുക. ഏകാന്തത താൽക്കാലികമാണ്. ആഴമേറിയതും അർത്ഥവത്തായതുമായ ബന്ധങ്ങൾക്ക് നിങ്ങളെ തയ്യാറാക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ താൽക്കാലികമാണ്. നിങ്ങളുടെ ആത്മാവിന്റെ ലക്ഷ്യവുമായി യോജിപ്പിച്ച് സമൃദ്ധിയുടെ വലിയ രൂപങ്ങളിലേക്ക് നയിക്കുന്ന പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ഈ സന്ദേശം നിങ്ങളുമായി പ്രതിധ്വനിക്കുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിലൂടെ അഭിപ്രായങ്ങളിൽ നിങ്ങളുടെ ചിന്തകൾ പങ്കിടുക. സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.